ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. സ്തോത്രം ചെയ്യുന്നു കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ദൈവശക്തി. ഹല്ലേലൂയ. വിഷയം: അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമർ കൊടുത്തില്ല. ഹല്ലേലൂയ. ചുമർ കൊടുത്തില്ല. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കോട്ടകളെ തകർപ്പാൻ തക്ക ദൈവശക്തി ദൈവസഭകൾക്കുണ്ട്. ഹല്ലേലൂയ. ഇത് ക്രിസ്തു സഭകൾ, ദൈവസഭകൾ അറിയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമർ കൊടുത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമർ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നിയമവും ചട്ടവും വിധിയും നീതിയും പ്രമാണവും അനുസരിച്ച് ആത്മീയ ജീവിതം മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ഈ വിഷയങ്ങൾ അനുസരിക്കാതിരുന്നാൽ ദൈവമക്കളുടെ ജീവിതം അല്ല നാം ജീവിക്കുന്നത്. അതായത് ദൈവമക്കളെ പോലെയല്ല നാം ജീവിക്കുന്നത്. അതായത് ആത്മീയ ജീവിതമല്ലെന്ന് ചുരുക്കം. അതായത് പെന്തക്കോസ്ത് അനുഭവം അല്ലാത്ത ജീവിതം, അതായത് ക്രിസ്തു മാർഗമല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു ജീവിച്ച് കാണിച്ചു തന്ന ജീവിതം അതല്ലാതെ അനേകം ക്രിസ്തു മാർഗങ്ങളുണ്ട്, അനേകം ക്രിസ്തു മതങ്ങളുണ്ട്. മാർഗങ്ങളല്ല, ക്രിസ്തു മതങ്ങളുണ്ട്. ക്രിസ്തു കാണിച്ചു തന്ന ജീവിതമല്ലാതെ ഇന്ന് ലോകത്തിൽ അനേക മതങ്ങളുണ്ട്. ക്രിസ്തു എന്ന് പറഞ്ഞ് മതങ്ങളുണ്ട്. ഹല്ലേലൂയ. അതൊന്നും പുതിയ നിയമം പറയുന്നത് അംഗീകരിക്കുന്നില്ല. പുതിയ നിയമവുമായിട്ട് അങ്ങനെയുള്ള സഭകൾ നമ്മൾ ചേർത്ത് നോക്കിയാൽ വളരെ വ്യത്യാസം കാണും. എന്നാൽ പറയുന്നില്ല. അങ്ങനെയുള്ള സഭകൾ പുതിയ നിയമത്തിൻ്റെ ആത്മീയ യാത്ര, അതായത് ആത്മീയ വഴി അംഗീകരിക്കുന്നില്ല. അതിനാൽ അതൊന്നും അങ്ങനെയുള്ള ജീവിതമൊന്നും ആത്മീയ ജീവിതമല്ല. ആത്മീയ ജീവിതമല്ലെങ്കിൽ വേദപുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്നവരും പൈശാചിക സന്തതികളും ഒരുപോലെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്നും മോശ മുഖാന്തരം യഹോവയായ ദൈവം കനാനിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്ന, ഹല്ലേലൂയ, കനാൻ ദേശത്തിലേക്ക് മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്ന ജനം മരുഭൂമിയിൽ പട്ടുപോവുകയാണ്. ഒന്നും രണ്ടുമല്ല. എന്തുകൊണ്ട് പട്ടുപോകുന്നു? അതായത് 6 ലക്ഷം പുരുഷന്മാരാണ് പട്ടുപോയത്. ഹല്ലേലൂയ. സ്തോത്രം. 11 ദിവസം കൊണ്ട് വാഗ്ദത്ത ദേശത്ത്, അതായത് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം കനാൻ ദേശം, ആ ദേശത്തേക്ക് അവരെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവരികയാണ്. 11 ദിവസം കൊണ്ട് കനാൻ ദേശത്ത് എത്തേണ്ട അവർ 40 വർഷം മരുഭൂമിയിൽ ചുറ്റുമ്പോൾ അവർക്കൊന്നുകൊണ്ട് കുറവ് വന്നിട്ടില്ല. എന്നാൽ ഈ 40 വർഷം എടുത്തത് ക്രിസ്തു മാർഗം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തു സഭ എന്താണെന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എടുത്തത്. അങ്ങനെ പഠിപ്പിക്കാൻ എടുത്തപ്പോൾ 40 വർഷം എടുത്തു. മനസ്സിലാക്കുക, മനുഷ്യന് അത്രയും സമയവും ഇസ്രായേൽ ജനം ശരിയായി പഠിച്ചില്ല. അവർ ഒരു ചെറിയ വിഷയം വരുമ്പോൾ മോശയ്ക്കും യഹോവയായ ദൈവത്തിനും എതിരായിട്ട് പിറുപിറുക്കുകയാണ് ചെയ്യുന്നത്. പിറുപിറുക്കുന്ന പോരാഞ്ഞിട്ട് അവർ പറയുന്നത്,
ഞങ്ങൾക്ക് മിസ്രയീം ദേശമായിരുന്നു നല്ലത്. മിസ്രയീം ദേശം എന്താണ്? ഹല്ലേലൂയ, ശത്രുവിൻ്റെ, അതായത് സാത്താൻ്റെ കോട്ടയാണ്. ഹല്ലേലൂയ, അത് വേണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, 40 വർഷമായിട്ടും പഠിക്കാതെ വന്നിട്ട് ദൈവം കോപിച്ചു. ദൈവം ചെയ്തത്, ഹല്ലേലൂയ, 6 ലക്ഷം പേർ മരുഭൂമിയിൽ അവരുടെ കുഞ്ഞുങ്ങളും കുടുംബവും പട്ടുപോയി. പുതിയ തലമുറയാണ് മുന്നോട്ട് പോയത്. അത് ഓർമ്മ വയ്ക്കുക. ഹല്ലേലൂയ. ഇന്നും പുതിയ നിയമ ലോകത്തിൽ ഹല്ലേലൂയ ഇസ്രായേൽ ജനം ഭൂമി എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വിധി. ഇത് ദൈവത്തിൻ്റെ വിധിയും ചട്ടവും നിയമവും പ്രമാണവും അവർ ഹല്ലേലൂയ കൊണ്ടുപോയില്ല, അവർ ചെയ്തില്ല. അതാണ് കാരണം. അവർ അനുസരിച്ചില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ആ നിയമം നിഴൽ എങ്കിൽ പുതിയ നിയമത്തിൽ ദൈവസഭകളാണ്, ദൈവമക്കളാണ് ഇസ്രായേലിന് തുല്യമായി വരുന്നത്. ഹല്ലേലൂയ, മക്കളാണ്. അതാണ് ഇന്ന് പെന്തക്കോസ്ത് സഭകളെല്ലാം ഹല്ലേലൂയ ശരിയായ ആത്മീയ ജീവിതം ഇല്ല. ഹല്ലേലൂയ, നമുക്ക് ഇടപെടുമ്പോൾ അറിയാൻ പറ്റും. പെന്തക്കോസ്ത് സഭകൾ പല സഭകളുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ പല സഭകൾ ഉണ്ട്. ഹല്ലേലൂയ, പല സഭകൾ ഉണ്ട്. ഹല്ലേലൂയ, ഈ സഭകൾ ഹല്ലേലൂയ അന്യഭാഷ പറഞ്ഞ്, അന്യഭാഷ കൃപാവരത്തിൽ ഒരു വരമാണ്. അന്യഭാഷ പറഞ്ഞ് ഒരു ശരീരത്തിൽ അല്പം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് അഭിഷേകമെന്നാണ് ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, അഭിഷേകം ഇതല്ല. അഭിഷേകമുണ്ടെങ്കിൽ അഭിഷേകത്തിൻ്റെ ഫലമുണ്ട്, അഭിഷേകത്തിൻ്റെ അനുഭവമുണ്ട്. അതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും. രോഗികളെ സൗഖ്യമാക്കുക, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കുക, ഇത് സഭകളിൽ നടക്കണം. ഹല്ലേലൂയ. എന്നാൽ ഇത് നടക്കാതെ വരാൻ കാരണം കർത്താവിൻ്റെ ഹല്ലേലൂയ ഇത് നടക്കാതെ വരുവാൻ കാരണം സഭകളുടെ ശരിയായ ആത്മീയ ജീവിതമില്ല. വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് അധികവും ചുമർ കൊടുക്കുന്നില്ല. ഹല്ലേലൂയ, കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. അതായത് 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, ഹല്ലേലൂയ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം. ഈ 6 പുസ്തകങ്ങളിൽ കൂടെയും കാണിക്കുന്നത് ഈ ഹല്ലേലൂയ ദൈവദാസന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നില്ല. അതിനുള്ള അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ 6 പുസ്തകത്തിൽ കൊടുത്തിട്ടും ഇത് മനസ്സിലാക്കാതെ പോകുന്നെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് ആലോചിച്ച് നോക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നെഹമ്യാവ് 2:5 പറയുന്നു, അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമർ കൊടുത്തില്ല. വചനം ഇത് ആരെയാണ് കാണിക്കുന്നത്? ഇന്നത്തെ ദൈവസഭകളുടെ ഹല്ലേലൂയ പെന്തക്കോസ്ത് സഭകളുടെ മഹാപുരോഹിതന്മാരെയാണ് കാണിക്കുന്നത്. മഹാപുരോഹിതന്മാരെന്നല്ല വചനത്തിൽ പറയുന്നത്. എന്നാൽ ഞാൻ അവരെ പൗരോഹിത്യ സഭകളിലെ പുരോഹിതന്മാരെ പോലെ അവർ വലിയ പുരോഹിതന്മാരായിട്ടിരിക്കുകയാണ്. അവരാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഞാൻ തുറന്ന് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് ഇവരെ ദൈവദാസന്മാർ എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ. അതാണ് മഹാപുരോഹിതന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത്.
ഇവർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമർ കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. എവിടെ കൃപാവരങ്ങൾ, അഭിഷേകം എവിടെയുണ്ട്? ഏത് സഭയിലുണ്ട് കൃപാവരങ്ങൾ, അഭിഷേകം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ? ഇവ എങ്ങും കാണുന്നില്ല. കാരണം അഭിഷേകത്തിൽ സഭകൾ വരുന്നില്ല, ദൈവസഭകൾ. ഹല്ലേലൂയ. ഈ സഭകൾ ദൈവ വഴി അഭിഷേകത്തിൽ ആത്മീയ വളർച്ചയിൽ വരാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ഹല്ലേലൂയ സഭയെ, ഈ സഭകൾ ഇന്ന് തണുത്ത്, അതായത് തളർന്ന് കിടക്കുന്നത് പോലെ കിടക്കുന്നു. അതായത് ശത്രുവിൻ്റെ ഇച്ഛകൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൻ്റെ സമയം, അതിനുവേണ്ടി ഉണരുന്നില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി അനേകരെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം യേശുവേ, സ്തോത്രം. ഇന്ന് ചെയ്യുന്നത് ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭകൾ മുന്നോട്ട് പോകുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്പം അന്യഭാഷ പറഞ്ഞ് അല്പം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞോന്നും മനുഷ്യൻ, ജനം മനസ്സിലാക്കി ആ വഴിയിൽ പോവുകയാണ്. അവർ യേശുവേ എന്ന് വിളിക്കുമ്പോൾ സന്തോഷിക്കുന്നു. ആ സന്തോഷം അനുഭവിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, കൃപാവരം പ്രാപിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞാൽ പുറത്തുള്ള ജനം, പൗരോഹിത്യ സഭകളിലെ ജനം ഹല്ലേലൂയ രക്ഷയുടെ മാർഗത്തിലേക്ക് വരും. അതാണ് വഴി. ഹല്ലേലൂയ. അതിന് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കണം. എങ്കിലേ ലോകത്തിലുള്ള മറ്റു സഭകളും ക്രിസ്തുമാർഗവും തമ്മിലുള്ള വ്യത്യാസവും വിലയും തിരിച്ചറിയുള്ളൂ. അത് തിരിച്ചറിയുവാൻ കൃപാവരമെന്ന അഭിഷേകമാണ്. ഈ അഭിഷേകം സഭകളിൽ എടുത്തില്ലെങ്കിൽ ഹല്ലേലൂയ, നോക്കുക, മഞ്ഞും മഴയും വെയിലും കർത്താവ് ഭൂമിയിലുള്ള സർവ്വജനത്തിനും കൊടുത്തിരിക്കുകയാണ്. പാപിക്കും ദുഷ്ടനും നല്ലവനും കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് ചിലപ്പോൾ ദൈവം ദുഷ്ടനായിക്കോട്ടെ, നല്ലവനായിക്കോട്ടെ, പാപിയായിക്കോട്ടെ, അവനും രോഗത്തിന് ചിലപ്പോൾ സൗഖ്യം കൊടുക്കും. ചിലപ്പോൾ രോഗം ഉണ്ടാകും. ഹല്ലേലൂയ. ഉണ്ടായാലും പ്രാർത്ഥന കൊണ്ട് ഈ സൗഖ്യം വരുന്നത് പെന്തക്കോസ്തുകാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പറയും ഹല്ലേലൂയ, ദൈവം അത്ഭുതം ചെയ്തു. അല്ലെങ്കിലും ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്. എന്നാൽ തിരുവചനപ്രകാരം ദൈവം തന്നിരിക്കുന്നതാണ് ഹല്ലേലൂയ കൃപാവരമെന്ന അഭിഷേകം. ശത്രുവിനോട് പോരാടുക. ശത്രു ഏത് പോയിന്റിൽ നിൽക്കുന്നോ അവനോട് പോരാടാൻ അറിഞ്ഞിരിക്കണം. അവൻ്റെ തന്ത്രത്തെ പൊട്ടിച്ചിട്ട് മുന്നേറണം. ഇത് പ്രാപിച്ചെങ്കിൽ മാത്രമേ കർത്താവ് വരുന്നതിന് മുൻപ് ഹല്ലേലൂയ അനേകം രക്ഷയുടെ മാർഗത്തിലേക്ക് വരും. അതായത് നമ്മൾ ചുറ്റുമുള്ള ദേശം ഇന്ന് ഹല്ലേലൂയ, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ ന്യൂ പനവേൽ, ന്യൂ മുംബൈ, ഹല്ലേലൂയ, അതുപോലെ റൈഗാഡ് ഡിസ്ട്രിക്റ്റ്, മഹാരാഷ്ട്ര സ്റ്റേറ്റ്, ഇവയൊക്കെയും ഇന്നും സത്യദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവർ കാണുന്നത് മറ്റ് രീതിയിലുള്ള അനുഭവങ്ങളാണ്. ഈ സത്യദൈവത്തെ തിരിച്ചറിയാത്തതുകൊണ്ട്, അഭിഷക്തന്മാരില്ലാത്തത് കൊണ്ട് അവർക്ക് ഹല്ലേലൂയ മുന്നേറുവാൻ കഴിയുന്നില്ല. അവർ സത്യം തിരിച്ചറിയുന്നില്ല. അവരുടെ കുഴപ്പമല്ല. മറ്റു സഭകൾ നിങ്ങൾ നോക്കുക, പൗരോഹിത്യ സഭകൾ, മറ്റും മതങ്ങൾ, അവർ അവരുടെ ഉള്ള വിവരം തുറന്നു പറയുന്നു. എന്നാൽ പെന്തക്കോസ്തുകാർ തുറന്നു പറയുന്നില്ല. അവരുള്ളിൽ വെച്ചിരിക്കുകയാണ്. അഭിഷേകം പറയില്ല, പുറത്ത് കാണിച്ച് ഹല്ലേലൂയ, പുറത്തത് കാണിച്ചുകൊണ്ട് അവർ ഇതാണ് ദൈവസന്നിധി എന്ന് പറഞ്ഞു പോവുകയാണ്. അനേകർ പിന്നോക്കത്തിലായി പോവുകയാണ്. ഇതിൽ നിന്നും ഹല്ലേലൂയ നിരാശപ്പെടുകയാണ്. ഇപ്പോൾ കർത്താവ് വരുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചും പ്രത്യാശിച്ചും ആയിരിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രാർത്ഥന, ആരാധന, ഉപവാസം ഇതിന് ലക്ഷ്യമുള്ളതാണ്. ഇതിന് ഹല്ലേലൂയ
ഈ പ്രാർത്ഥനയും ആരാധനയ്ക്കും ഉപവാസത്തിനും നമുക്ക് അതിൻ്റെ മുൻപിൽ ഒരു വിഷയമുണ്ട്, നമുക്കൊരു ഇത് ഉണ്ട്, നമുക്ക് ചില നിശ്ചയമുണ്ട്, അത് സാധിച്ചെടുക്കണമെന്ന്. അത് ഇല്ല. ഹല്ലേലൂയ. ആ ആരാധന കൊണ്ട് ചിലയിടത്ത് നിർത്തുകയാണ്. അധികം സഭകളും ആരാധന കൊണ്ട് നിർത്തുകയാണ്. ഹല്ലേലൂയ. ആരാധന കൊണ്ട് മാത്രമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന, ആരാധന, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ ഉപവാസം ഇതൊക്കെയും ചെയ്തിരിക്കണം. ഉപവാസം കൂടാതെ കഴിയില്ല. വചനം പറയുന്നു ഹല്ലേലൂയ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുമാറുന്നില്ല. ഹല്ലേലൂയ. അത് ഒന്ന്. അതുപോലെ തന്നെ ഒന്നും കൂടെ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷത്തിൽ പറയുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിൽ കൂടെ പറയുന്നത് ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ മലയോട് കടലിൽ ചാടാൻ പറഞ്ഞാൽ അത് ചാടിപ്പോകും. അപ്പോൾ നമ്മൾ കേൾക്കുന്നവർ ജഡീകർ ചിന്തിക്കുന്നത് എന്താ? അനേകം ആൾക്കാരിൽ നിന്നും മല അടിയിൽ നിന്ന് വെട്ടിയെടുത്ത് താങ്ങിക്കൊണ്ടുപോയി കടലിൽ കളയണം. അല്ല. ഹല്ലേലൂയ. അത് ജഡീക ചിന്തയാണ്. നമുക്ക് വചനമാണ്. വചനം പറഞ്ഞിരിക്കുന്നത് എന്താ? മലയോട് പറയുക കടലിൽ ചാടുക എന്നാണ് ദൈവം വചനത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വിശ്വാസമാണ് വേണ്ടത്. ആ വിശ്വാസം, കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ ചാടുമെന്നുള്ള വിശ്വാസം കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ്. അവർക്കാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവരുടെ കൂടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ ഒരു വിഷയം, ഇന്നൊരു പുതിയ വിഷയം സ്വർണമാണ്. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് ദൈവം മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവമാണ് മാറത്ത് പൊൻകച്ച കെട്ടിയത്. ദൈവത്തിൻ്റെ ആ നിലപാട് ഹല്ലേലൂയ അത് സ്വർഗമാണ്. സ്വർഗത്തിൽ ഹല്ലേലൂയ ആണ് മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നത്. അതിന് തുല്യമായിട്ട് മനുഷ്യൻ വരണം, മനുഷ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫർ പറഞ്ഞതുപോലെയായി. ലൂസിഫർ പറഞ്ഞ് എൻ്റെ ഇരിപ്പിടം നീ ഇരിക്കുന്നിടത്ത് ആക്കി വെക്കുമെന്ന്. അതുപോലെയാണ് ഈ പറയുന്നത്. മാറത്ത് പൊൻകച്ച കെട്ടിയിട്ടുണ്ട്. സ്വർഗവും ഇത് ഭൂമിയുമാണ്. സ്വർഗം വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ദൈവം വ്യത്യാസമുണ്ട്. ദൈവവും മനുഷ്യനുമായിട്ട് എത്രയോ വ്യത്യാസം. ആ മനുഷ്യൻ ദൈവം മാറത്ത് പൊൻകച്ച കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം കെട്ടിക്കൊണ്ട് നടക്കണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അതൊരു തെറ്റായ ചിന്താഗതിയാണ്. ഹല്ലേലൂയ. സ്വർണം അല്പം ഹല്ലേലൂയ അലങ്കാരത്തിന് വേണ്ടി അല്പം ഉപയോഗിക്കുന്നത് ആത്മാവിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് മുൻപ് സഭയിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആയിരിക്കും, ഒക്കെയുമാകാം. എന്നാൽ അഭിഷേകം പ്രാപിച്ചു കഴിയുന്ന ഒരു ദൈവ വ്യക്തി, ഒരു ദൈവമക്കൾ ഹല്ലേലൂയ അവർ സ്വർണം വലിച്ചു പറിച്ച് എടുത്ത് എറിഞ്ഞു കളയും, സ്വയം കളയും. അവരോട് പറയണം, അവർക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സ്വർണത്തെപ്പറ്റി വേണ്ട ചിന്താഗതി. അല്ല, കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് അതും ഒരു വിഷയമാക്കിക്കൊണ്ട് മഹാപുരോഹിതന്മാർ ഹല്ലേലൂയ ഇറങ്ങിയിരിക്കുകയാണ് ഒരു വിഷയവുമായിട്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പിതാവായ ദൈവത്തിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയമുള്ളവരെ ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾ ഉണർന്നിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, എപ്പോഴും സന്തോഷം. ഈ ലോകം, ഈ നശ്വര ലോകം നമുക്ക് നന്മയും തിന്മയും നമുക്ക് വിഷയമല്ല. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. കർത്താവിനോട് പറ്റിച്ചേർന്ന് കർത്താവിൻ്റെ തിരുമാറിച്ചാരി കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് ജയമാണ്, ജയം മാത്രമാണ്. ഹല്ലേലൂയ. നീ നിൻ്റെ വിഷയങ്ങൾ കർത്താവിൻ്റെ മേലിടുക. ഓരോന്നും അതിൻ്റെ സമയത്ത് ഭംഗിയായി നടന്നിരിക്കും. ഹല്ലേലൂയ. അല്ലാതെ കണ്ട്
എനിക്ക് ഭൗതികമായിട്ട് ഹാലലൂയ സ്ഥലം വേണം, വീട് വേണം, വലിയ ജോലി വേണം, ഹാലലൂയ വാഹനം വേണം എന്നുള്ള ആഗ്രഹം പ്രാർത്ഥിക്കുകയല്ല. ദൈവം അറിയുന്നു നമുക്ക് എന്ത് വേണമെന്ന്, നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവം അറിയുന്നു. അത് മനസ്സിലാക്കുക, അത് ചിന്തിക്കുക, നാം ദൈവത്തെ ഏൽപ്പിക്കുക, നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം.